ദി ഹോക്കായി. നിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്നും ചോദിക്കും VFXും ആനിമേഷനും കുറിച്ച് പറഞ്ഞു നീ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഒരു വീഡിയോയിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. VFX ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ VFX വിഷ്വൽ എഫക്ട്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് റെക്കോർഡ് ചെയ്യാണ്, എൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറാമാൻ ഉണ്ട്, പുള്ളി എൻ്റെ ഷോട്ട് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു സാധനത്തിനെ എനിക്ക് ഈ ഫ്രെയിമിനകത്തേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? അവിടെയാണ് വിഷ്വൽ എഫക്ട്സ് നമ്മൾ ആഡ് ചെയ്യുക. ഇനി ചിലതെന്ന് പറയുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ടെക്നിക്കൽ പരിമിതികൾ കൊണ്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പരിമിതികൾ കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും ഒരു സിംഹവും കൂടെ നിൽക്കണമെന്ന് വിചാരിക്കും. സിംഹത്തിനെ പിടിച്ച് അടുത്ത് നിർത്തി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവില്ലേ, ക്യാമറമാൻ്റെ കാര്യത്തിൽ തീരുമാനമാവില്ലേ? അപ്പോൾ നമുക്ക് VFX വഴി അവിടെ ഒരു സിംഹത്തിനെ കൊണ്ടുവരാം. അതായത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുകയും ചെയ്തു ഈ സംഭവമൊക്കെ എഡിറ്റ് ചെയ്ത് ഫൈനൽ വരുമ്പോഴത്തേന്. ഇത് കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ, അവരാണ് ഈ വിഷ്വൽ എഫക്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഈ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുക. ഇനി ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പണ്ട് നിരനിരയായിട്ട് ഡ്രോ ചെയ്തിട്ട് ഇങ്ങനെ ക്രീരാ കൊണ്ടുപോകുമ്പോഴത്തേന് ആ സാധനം മൂവ് ചെയ്യണ പോലെ കാണുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടോ? വരച്ചിട്ട് പണ്ടിത് ഓരോ ഫ്രെയിമും, അതായത് ഓരോ ഇൻഡിവിജ്വൽ ഫ്രെയിമും വരച്ചിട്ട് നമ്മൾ അതിനെ മോഷനിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെക്നോളജി വളർന്നു. അപ്പോൾ ഇവിടെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മോഷൻ കൊടുത്ത് നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ആനിമേറ്റേഴ്സിനെയാണ് ആവശ്യമുള്ളത്. അവർ ചെയ്യുന്നതാണ് ഈ ആനിമേഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോന്നിനും നമ്മൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കും കേട്ടോ. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ പഠിച്ച സ്കിൽഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.